എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് എറണാകുളം ജില്ലയിലാണ്. മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീട് വരുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ വീട് ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. 5 സെൻറ്റിൽ ഏതാണ്ട് ഒരു 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വിശാലമേറിയൊരു മുറ്റം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. കടുപ്പ കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. 3 കാറുകൾ ഒരേ സമയത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും 2 ഓപ്പൺ കാർ പാർക്കിങ്ങുമായാണ് ഇത് ലഭിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് റൂട്ടിലേക്ക് 200 മീറ്റർ ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള കിഴക്കമ്പലം ടൗണിലേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിന് വരുന്നത് കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം നല്ല സെറ്റ് ബാക്ക്, നല്ല സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോയാൽ വീടിൻ്റെ സിറ്റ് ഔട്ടിന് ഗ്രാനൈറ്റാണ്, ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്ത് കടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കും നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് ഒന്ന് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. കിച്ചൺ സൈഡിലേക്ക് പോയ ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചൺ കൗണ്ടറെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളും പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ഭംഗിയാക്കിയിരിക്കുന്നു. വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റും കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലെ മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഏരിയ ഒരു ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാഷ് കൗണ്ടർ ഒരു സൈഡിലായി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഒരു മിററെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമോ വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ല സിമ്പിളായാണ് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഗ്ലോസി ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോ വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോർ നൽകിയിരിക്കുന്നു.
മാത്രമല്ല സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വാൾ ടൈൽസുകളെല്ലാം തന്നെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻ സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെല്ലെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറും നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റും നമുക്ക് അവൈലബിൾ ആണ്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2000ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്തായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ബെഡ്റൂമിനെ അപേക്ഷിച്ച് ചെറിയൊരു ബെഡ്റൂമാണിത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 കമ്പാർട്ട്മെൻ്റ് ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂമിന് വേണ്ടി സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു വലിയൊരു യൂട്ടിലിറ്റി കൂടി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ആസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. ഇനി വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. മനോഹരമായ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.